ന്യൂസ് റൂം ലൈവ് തുടർന്ന് ശബരിമല പ്രചാരണ വിഷയമാക്കിയാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ലെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ PS ശ്രീധരൻപിള്ള. സുരേഷ് ഗോപി പ്രചാരണ പ്രസംഗത്തിൽ തെറ്റായി ഒന്നും പറഞ്ഞിട്ടില്ല. ചട്ടം ലംഘിച്ചിട്ടുണ്ടെങ്കിൽ കമ്മീഷൻ നടപടിയെടുക്കട്ടെ. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടി മുഴുവൻ തെറ്റാണെന്നും ന്യൂസ് 18 അസോസിയേറ്റ് എഡിറ്റർ ശരത്ചന്ദ്രൻ നൽകിയ അഭിമുഖത്തിൽ PS ശ്രീധരൻപിള്ള പറഞ്ഞു. പരസ്യമായിട്ട് പറഞ്ഞ ശബരിമലയുടെ പേര് ഞാൻ വോട്ട് പിടിക്കില്ല എന്നാണ് പറഞ്ഞിട്ടുണ്ട്. കേരളത്തിലെ 20 NDA സ്ഥാനാർത്ഥികളും പറയാത്ത നിലയിൽ വളരെ പച്ചയായ ഒരു വോട്ട് പിടുത്തമല്ലേ സുരേഷ് ഗോപി? ഇല്ല, അങ്ങനെയാണെങ്കിൽ നടപടി എടുക്കട്ടെ. നിങ്ങളുടെ ചാനലിൽ കൂടെ ഞാനിപ്പോൾ പറയുന്നു, ശബരിമലയിലെ വിശ്വാസം സംരക്ഷിക്കുമെന്നും ശബരിമലയിൽ ഉള്ള സങ്കല്പങ്ങളുടെ നിലനിർത്താൻ വേണ്ടി ഞങ്ങൾ നിലനിൽക്കുമെന്നും ഞങ്ങൾക്കെതിരായിട്ടാണ് അതിക്രമങ്ങളും മറ്റു കാര്യങ്ങളും ഈ ഗവൺമെൻറ് നിലപാട് നിരീശ്വരവാദികളാണെന്നും ഉറപ്പിച്ച് ഞാൻ പറയുക. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു ചുക്കും ചെയ്യാൻ സാധിക്കില്ല. കാരണം അദ്ദേഹം ചെയ്യുന്ന നടപടി മുഴുവൻ തെറ്റാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സംബന്ധിച്ചിടത്തോളം ഞാൻ അവരെ ആരെയും ഒരു ഏറ്റുമുട്ടലിനില്ല. കാരണം ആ ഏറ്റുമുട്ടലിന് പോകുന്നത് ശരിയല്ല എന്നുള്ള അഭിപ്രായക്കാരനാണ്. ആ ഉദ്യോഗസ്ഥൻ സീനിയർ IAS ഓഫീസറാണ്. അദ്ദേഹമായാലും കളക്ടർമാരായാലും ചെയ്യുന്നത്. പക്ഷേ അവർക്ക് അമിതാധികാരം ഉണ്ടെന്നൊന്നും പറയരുത്. അങ്ങനെ ഉണ്ടെങ്കിൽ അവർക്ക് മണ്ടത്തരമാണ്. 2017 കോടതി പോലെ കണ്ടംപ്റ്റ് ഓഫ് കോർട്ടിൽ അവർ വരണമെന്ന് ആവശ്യപ്പെടുകയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഔദ്യോഗികമായിട്ട് അത് ഇന്ത്യൻ സംവിധാനം അത് പറ്റില്ല എന്ന് നമ്മൾ തള്ളുകയും ചെയ്തതാണ്. അതുകൊണ്ട് അവരെ വിമർശിക്കാൻ പാടില്ല എന്നൊന്നുമില്ല, അവരെ വിമർശിക്കാം. അതുകൊണ്ട് ഞാൻ പറയുന്നു, തികഞ്ഞ അജ്ഞതയാലാണ് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പലപ്പോഴും പ്രവർത്തിക്കുന്നുള്ളത്. ദൗർഭാഗ്യകരമാണ്. ഞാൻ വെറുതെ പറയുന്നതല്ല, അത് ദൗർഭാഗ്യകരമാണെന്ന് പറയാൻ കാരണം, ഇപ്പോൾ ഉദാഹരണം, ഇവിടെ സുപ്രീം കോടതി വിധിയുണ്ട്. സുപ്രീം കോടതി വിധി പ്രകാരം എല്ലാവർക്കും ഡയറക്ഷൻ തന്നിരിക്കുന്നു, 3 ചാനലിൽ കൊടുക്കണം. അപ്പം നിങ്ങളുടെ ചാനൽ ഉൾപ്പെടെയുള്ള നിങ്ങളുടെ നല്ല സ്വാധീനമുള്ള ചാനലല്ലേ, ഇവരെങ്ങനെ നിശ്ചയിക്കുക ഇന്ന ചാനലിൽ ഇന്ന പത്രത്തിന് കൊടുക്കണം? ഇപ്പോൾ ദേശാഭിമാനിക്ക് കൊടുക്കണം. 3 പത്രങ്ങൾ അവർ പറയുന്ന പേര് ദേശാഭിമാനിയാണല്ലോ. ദേശാഭിമാനിക്ക് കൊടുക്കണം പറയുമ്പം ദേശാഭിമാനി പ്രിൻറ്റഡ് ആൻഡ് പബ്ലിഷ്ഡ് ഓൺ ബിഹാഫ് ഓഫ് CPIM സ്റ്റേറ്റ് കമ്മിറ്റിയാണ്. CPIM രാഷ്ട്രീയ പാർട്ടിയുടെ പത്രങ്ങൾ കൊടുക്കരുതുമുണ്ട്. എങ്ങനെയാണ് ഇവിടെ കൊടുക്കണമെന്ന് പറയുന്നത്? കൈരളി ചാനൽ, നിങ്ങളുടെ ചാനലിൽ എത്ര റേറ്റിംഗ് ഉണ്ടോ? എങ്ങനെ കൈരളി ചാനലിന് കൊണ്ട് കൊടുക്കാൻ വേണ്ടി അവർ 3 എണ്ണം പറയുന്നത്? ഇവിടെ ഭരണ സംവിധാനത്തിന് അറിഞ്ഞോ അറിയാതെയോ ആരൊക്കെയോ, ഞാൻ പേരെടുത്ത് വ്യക്തിപരമായിട്ട് പറയുന്നില്ല, അതിൻ്റെ അപകടമാണ്. ഇപ്പം മാനിഫെസ്റ്റോയിൽ ശബരിമല പ്രശ്നത്തിന് വേണ്ടി ഞങ്ങൾ പ്രതിബദ്ധതയോടുകൂടി പൊരുതുമെന്ന് പറഞ്ഞാൽ ശബരിമല പ്രശ്നം കേരളത്തിലെ BJPക്കാർക്ക് പറയാൻ അവകാശമില്ലെന്ന് പറയുന്ന ആളുകൾ എത്രമാത്രം ബുദ്ധിശൂന്യമാണ് ഇട്ട് പെരുമാറുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന് ശബരിമല പ്രചാരണ വിഷയമാക്കിയാൽ ഒരു ചുക്കും ചെയ്യാൻ ആകുകയില്ല എന്ന് തന്നെ BJP അധ്യക്ഷൻ പരസ്യമായി തുറന്നടിച്ചിരിക്കുന്നു. ന്യൂസ് ഡെസ്കിൽ നിന്ന് അസോസിയേറ്റ് എഡിറ്റർ ശരത്ചന്ദ്രൻ ചേരുന്നു അഭിമുഖത്തിന്റെ വിശദാംശങ്ങളുമായി. ശരത്ത്, ഈ വിഷയത്തിനകത്ത് യാതൊരു രീതിയിലുള്ള വിശദീകരണവും ഇനി തൃശ്ശൂരിലെ BJP സ്ഥാനാർത്ഥി സുരേഷ് ഗോപി അടക്കമുള്ളവർ കൊടുക്കുകയില്ല എന്നുള്ള ഒരു സൂചന കൂടി PS ശ്രീധരൻപിള്ളയുടെ വാക്കുകളിലില്ലേ? എങ്ങനെയാണ് BJP അധ്യക്ഷൻ വിശദീകരിക്കുന്നത്? BJP ഈ വിഷയം കൃത്യമായി ശബരിമല പ്രചാരണ വിഷയമാക്കി മുന്നോട്ട് പോകുകയാണ് എന്നുള്ളത്. അപർണ, ഇതിൽ 2 സാഹചര്യങ്ങളുണ്ട്. അപർണ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ, ഒന്ന്, ശബരിമല വിഷയം അതിശക്തമായി പ്രചരണത്തിൻ്റെ അവസാന ഘട്ടത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പോകുന്നു എന്ന വ്യക്തമായ രാഷ്ട്രീയ സൂചനയാണ് ശ്രീധരൻപിള്ള നൽകിയത്. രണ്ടാമത്തേത്, തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി വേണ്ടി വന്നാൽ ഒരു ഏറ്റുമുട്ടലിന് പോലും തയ്യാറാണ് എന്ന രാഷ്ട്രീയ സൂചനയും ഈ അഭിമുഖത്തിൽ അദ്ദേഹം തരികയുണ്ട്. അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ധൈര്യമുണ്ടെങ്കിൽ സുരേഷ് ഗോപിക്കെതിരെ നടപടിയെടുക്കട്ടെ എന്ന നിലയിൽ ഒരു നിലപാട് തുറന്നു പറയാൻ അദ്ദേഹം ഒരു മടിയും കാണിച്ചില്ല. മാത്രമല്ല, ആ നടപടികൾ, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ സ്വീകരിച്ച നടപടികളെല്ലാം തെറ്റാണെന്നും അത് ഒരു തരത്തിൽ മണ്ടത്തരമാണ് എന്ന നിലയിൽ പറയുന്നു. അമിതാധികാരം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സംബന്ധിച്ച് അമിതാധികാരം ഉണ്ട് എന്ന ധാരണ സീനിയർ IAS ഓഫീസറായ ടിക്കാറാം മീണയ്ക്ക് വേണ്ട, ജില്ലാ കളക്ടർമാർക്ക് വേണ്ട എന്ന നിലയിലാണ് ശ്രീധരൻപിള്ള ഈ വിഷയത്തെ സൂചിപ്പിച്ചത്. ഏറ്റവും ശക്തമായി ശ്രീധരൻപിള്ള പറയാൻ ശ്രമിച്ച ഒരു കാര്യം, തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ തന്നെ വളരെ കൃത്യമായി ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട വിശ്വാസികളുടെ ഇപ്പോൾ പ്രതിഷേധവുമായി നിൽക്കുന്ന വിശ്വാസ സമൂഹത്തിന് വേണ്ടി വേണ്ടത് ചെയ്യുമെന്ന് തെരഞ്ഞെടുപ്പ് പത്രിക ദേശീയ തലത്തിൽ പറയുമ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ BJPക്ക് പ്രവർത്തിക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ ശബരിമല വിഷയമായി ഉന്നയിക്കാൻ കഴിയില്ല എന്ന് പറയുന്നത് എന്തൊരു തരം മൗഢ്യമാണ് എന്നൊരു ചോദ്യമാണ് ശ്രീധരൻപിള്ള ചോദിക്കുന്നത്. ആ നിലയിൽ ശബരിമല വിഷയത്തെ അതിശക്തമായി ഇപ്പോൾ ശബരിമല കർമ്മസമിതിയാണ് ശക്തമായി ഈ വിഷയത്തെ പല നിലകളിൽ ഉന്നയിക്കുന്നത്. ഇനി സ്ഥാനാർത്ഥികൾ അങ്ങോട്ട് ശക്തമായി തന്നെ ശബരിമല വിഷയത്തെ പ്രചരണ വിഷയമാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ പോവുകയും ഒപ്പം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ, സംസ്ഥാന തെരഞ്ഞെടുപ്പ് ഓഫീസർക്കെതിരെ അവരെടുത്ത നടപടികളെ വിമർശിക്കുക എന്നതിൽ ഒരു മടിയും വിചാരിക്കേണ്ടതില്ല.
എന്ന സൂചനയാണ് BJP നേതാക്കൾ ഇക്കാര്യത്തിൽ തരുന്നത്. അപർണ, അതോടൊപ്പം തന്നെ ശരത്ത്, നേരത്തെ തന്നെ BJP നേതാക്കൾ നമ്മളോട് പ്രതികരിച്ചത് ഈ വിഷയത്തിനകത്ത് തെരഞ്ഞെടുപ്പ് ഓഫീസർ നടത്തുന്നത് രാഷ്ട്രീയ പക്ഷപാതിത്വമാണ് എന്ന് വ്യക്തമായി ആരോപിക്കുന്നു BJP. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെതിരെയാണ് നിയമ നടപടികളിലേക്ക് നീങ്ങേണ്ടത്, അങ്ങനെയാണ് ഞങ്ങൾ കേസെടുക്കുകയാണ്, അദ്ദേഹത്തിനെതിരെ കേസെടുക്കുകയാണ് വേണ്ടത്. ആ രീതിയിലുള്ള പ്രതികരണങ്ങളും BJP നേതാക്കളിൽ നിന്നുണ്ടായിരുന്നു. അങ്ങനെ എന്തെങ്കിലും ഒരു നീക്കത്തിലേക്ക് കടക്കാൻ BJP ഉദ്ദേശിക്കുന്നുണ്ടോ, അതോ അല്ലാതെ ഇതിൽ ചട്ടലംഘനമില്ല എന്ന് പരസ്യമായി പറഞ്ഞുകൊണ്ട് വെല്ലുവിളിച്ചുകൊണ്ട് ഇതുമായി മുന്നോട്ട് പോകുക എന്നാണോ BJP ഉദ്ദേശിക്കുന്നത്? അത് അപർണ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ ഇതിൽ മാത്രം അത് അവസാനിപ്പിക്കാൻ തയ്യാറല്ല എന്ന സൂചന ശ്രീധരൻപിള്ള അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നൽകുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ ഏതായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായിട്ടോ സംസ്ഥാന തെരഞ്ഞെടുപ്പ് ഓഫീസറുമായോ ഒരു ഏറ്റുമുട്ടലില്ല എന്നൊക്കെ അദ്ദേഹം പറഞ്ഞുവെങ്കിലും കാര്യത്തിലേക്ക് കടന്നപ്പോൾ കുറെ കൂടി ശക്തമായി തന്നെ വിഷയങ്ങൾ ഓരോന്നായി അവതരിപ്പിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടികൾ പലതും അമിതാധികാര പ്രവണതയുടെ സൂചനയാണ്, അത്തരം അധികാരങ്ങളൊന്നുമില്ല എന്ന് നേരത്തെ ഹാജരാകാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ നോട്ടീസ് അടക്കം ഭരണ സംവിധാനവും നിയമ സംവിധാനവും റദ്ദു ചെയ്യപ്പെട്ട സാഹചര്യങ്ങളൊക്കെ അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. അതിനുമപ്പുറത്തേക്ക് കടന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഓഫീസർക്കെതിരെ ഒരു ആരോപണ സ്വഭാവത്തോടു കൂടിയുള്ള വിമർശനവും ശ്രീധരൻപിള്ള ഉന്നയിക്കുകയുണ്ടായി. അതായത് ഇപ്പോൾ സംസ്ഥാനത്തെ ഭരണ സംവിധാനവുമായി ചേർന്ന് ചില ആളുകൾ പ്രവർത്തിക്കുന്നു എന്ന അപർണ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലുള്ള ശക്തമായൊരു വിമർശനവും ആരോപണവും അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട്. സുപ്രീം കോടതി നിർദ്ദേശാനുസരണം ചാനലുകളിലും പത്രങ്ങളിലും നൽകേണ്ട പരസ്യം, അതിൽ ചട്ടവിരുദ്ധമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സംസ്ഥാന തെരഞ്ഞെടുപ്പ് ഓഫീസർ പരസ്യങ്ങൾ നൽകി എന്ന വലിയ ആരോപണമാണ് ശ്രീധരൻപിള്ള തുറന്നു പറഞ്ഞത്. നേരത്തെ അപർണ പറഞ്ഞ പോലെ അത് സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിൽ മാത്രം ഒതുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇപ്പോൾ ഈ അഭിമുഖത്തിൻ്റെ ഒരു ഭാഗത്ത് നരേന്ദ്രമോദി ഈ രാജ്യരക്ഷ എന്നത് വളരെ പ്രധാനപ്പെട്ട സൈനിക നീക്കങ്ങളെ കൂടി പ്രചരണ വിഷയമാക്കിയപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെട്ടതുമായി ബന്ധപ്പെട്ട സാഹചര്യം വന്നപ്പോൾ അത്തരത്തിലേക്കൊന്നും കമ്മീഷൻ ഇടപെടുന്നത് അത്തരം അമിതാധികാരങ്ങളൊന്നുമില്ല, അത് BJP അംഗീകരിച്ചു തരില്ല എന്ന നിലപാട് സ്വീകരിക്കുകയും കേരളത്തിൽ BJPക്കെതിരെ സുരേഷ് ഗോപിക്കെതിരെ അടക്കം നീങ്ങുന്ന ഇത്തരം നടപടികളെ, ഇത്തരം കമ്മീഷന്റെ നീക്കങ്ങളെ അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറയുകയും പുതിയ ആരോപണങ്ങൾ ഈ രൂപത്തിൽ ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. അതായത് ശരത്ത് പറഞ്ഞ പോലെ തന്നെ ദേശീയ രാഷ്ട്രീയത്തിൽ BJP എടുക്കുന്ന നിലപാടുകളുമായി കൂട്ടിച്ചേർത്ത് തന്നെ ഇതിനെ വായിക്കണം. രാജസ്ഥാനിൽ നടക്കുന്നത് പോലെ പ്രധാനമന്ത്രിയും BJP മുഖ്യമന്ത്രിമാരും BJP രാഷ്ട്രീയ പാരമ്പര്യമുള്ള ഗവർണർമാരുമെല്ലാം തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനം നേരിടുന്നുണ്ട്. അപ്പോൾ സ്വീകരിക്കുന്ന നിലപാട് എങ്ങനെയാണോ ആ രീതിയിൽ തന്നെ ഈ വിഷയത്തിനകത്തും സംസ്ഥാനത്തും നേരിടുക, അങ്ങനെയാണോ കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടതും? അതെ, ഒരു തരത്തിലും ഇത്തരം നടപടികളുമായി മുന്നോട്ട് പോയാൽ അതിനെ വകവെക്കുന്നില്ല എന്ന് തന്നെയാണ് പറഞ്ഞു വെക്കുന്നത്. ഒന്ന്, അങ്ങനെയുണ്ടെങ്കിൽ ധൈര്യമുണ്ടെങ്കിൽ നടപടിയെടുക്കട്ടെ എന്നാണ്, സുരേഷ് ഗോപിക്കെതിരെ നടപടിയെടുക്കട്ടെ എന്നാണ് ശ്രീധരൻപിള്ള മുന്നോട്ട് വെക്കുന്ന ഒരു വാദം. രണ്ടാമത്തെ വാദം, ഇപ്പോൾ പ്രകടന പത്രികയിൽ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട ഉറപ്പ്, വാഗ്ദാനം, അത് ഉന്നയിച്ച് BJP പ്രവർത്തകർക്ക് എന്തുകൊണ്ട് ശബരിമല വിഷയം കേരളത്തിൽ ഉന്നയിച്ചുകൂടാ, അങ്ങനെ ഉന്നയിക്കരുത് എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാനാവില്ല എന്നാണ് പറയുന്നത്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടത്തിൽ തന്നെ ടിക്കാറാം മീണ കൃത്യമായി പറഞ്ഞിരുന്നു, ശബരിമല വിഷയം ഒരു തെരഞ്ഞെടുപ്പ് വിഷയമാക്കി മാറ്റരുത്. ആദ്യം ചില അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ടായെങ്കിലും അത് ഏറെക്കുറെ പാലിക്കുന്ന മട്ടിലാണ് പരസ്യമായി അന്ന് BJP സംഘപരിവാർ നേതൃത്വം അതിനെ ഉൾക്കൊണ്ടത്. പക്ഷേ പിന്നീട് ഇപ്പോൾ പ്രചരണത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് പോകുമ്പോൾ BJPയുടെ പ്രകടന പത്രികയിലടക്കം അത് ഇടം പിടിച്ച സാഹചര്യത്തിൽ, പ്രത്യേകിച്ച് NSS അടക്കം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അടക്കം ഇക്കാര്യത്തിൽ വിശ്വാസികൾക്ക് വേണ്ടി ഒന്നും ചെയ്തില്ല എന്നൊരു നിലപാട് സ്വീകരിച്ചതോടെ BJPക്ക് പ്രതീക്ഷിച്ച ഒരു പരസ്യ പിന്തുണ NSSൽ നിന്ന് കിട്ടാതെ വന്ന സാഹചര്യം, അതേ തുടർന്ന് BJPയുടെ പ്രകടന പത്രികയിൽ ശബരിമല ഉൾക്കൊണ്ട പശ്ചാത്തലം, ഇതേ തുടർന്ന് പരസ്യമായി ശബരിമല ഒരു പ്രചരണ വിഷയമാക്കി BJP മാറ്റാൻ പോകുന്നതിൻ്റെ വ്യക്തമായ സൂചനയും ശ്രീധരൻപിള്ളയുടെ ആ വാക്കുകളുണ്ട്. അപ്പോൾ അത് സുരേഷ് ഗോപിയിൽ മാത്രം ഒതുങ്ങുന്നതല്ല, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത്തരം നടപടികൾ സ്വീകരിച്ചാൽ അത് വകവെക്കില്ല എന്നുകൂടിയാണ് ഈ ആരോപണങ്ങൾ അടക്കം ഉന്നയിക്കുന്നതിലൂടെ ശ്രീധരൻപിള്ള പറയാൻ ശ്രമിച്ചത്. നന്ദി ശരത് ചന്ദ്രൻ. ന്യൂസ് 18 അസോസിയേറ്റഡ് ശരത് ചന്ദ്രൻ നൽകിയ അഭിമുഖത്തിലാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. BJP സംസ്ഥാന അധ്യക്ഷൻ സുരേഷ് ഗോപി പ്രചാരണ പ്രസംഗത്തിൽ തെറ്റായി ഒന്നും പറഞ്ഞിട്ടില്ല. ചട്ടം ലംഘിച്ചിട്ടുണ്ടെങ്കിൽ കമ്മീഷൻ നടപടിയെടുക്കട്ടെ, ശബരിമല പ്രചാരണ വിഷയമാക്കിയാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഒരു ചുക്കും ചെയ്യാൻ കഴിയുകയില്ല എന്നും പരസ്യമായി തന്നെ പ്രതികരിച്ചിരിക്കുകയാണ് BJP സംസ്ഥാന അധ്യക്ഷൻ. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വെല്ലുവിളിച്ച് ഭയപ്പെടുത്താനാണ് BJPയുടെ ശ്രമമെന്ന് LDF കൺവീനർ A വിജയരാഘവനും പ്രതികരിച്ചു. ശബരിമല തെരഞ്ഞെടുപ്പ് പ്രചാരണ വിഷയമാക്കുമെന്ന ശ്രീധരൻപിള്ളയുടെ വെല്ലുവിളി ഭരണഘടനാ സ്ഥാപനത്തെ അപമാനിക്കലാണ്, അത് അംഗീകരിക്കാൻ കഴിയില്ലെന്നും A വിജയരാഘവൻ ന്യൂസ് 18നോട് പറഞ്ഞു. രാജ്യത്തെ ജനങ്ങളുടെ മേലെ തങ്ങൾക്ക് കേന്ദ്രത്തിൽ അധികാരമുണ്ട്, ഒരു പ്രധാനമന്ത്രി ഞങ്ങളുടെ കയ്യിലുണ്ട് എന്നുള്ളതിന്റെ പേരിൽ മതന്യൂനപക്ഷങ്ങൾക്ക് നേരെ, പാവപ്പെട്ട മനുഷ്യർക്ക് നേരെ, നിയമ സംവിധാനത്തിന് നേരെ, നമ്മുടെ ഏറ്റവും അവസാനം തെരഞ്ഞെടുപ്പ് കമ്മീഷന് നേരെ ഭീഷണിപ്പെടുത്തുന്ന രൂപത്തിൽ ഇന്നുവരെ ആരെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ? ഈ BJP നേതാക്കൾ ഈ തെരഞ്ഞെടുപ്പ് സംസാരിച്ചതുപോലെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരായിട്ട്
സംസാരിച്ചായിട്ട് എന്റെ ഓർമ്മയിലില്ല. എല്ലാ സ്ഥാനാർത്ഥികളും അങ്ങനെ നേതാക്കന്മാരും റോഡിലിറങ്ങി നിന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ സംസാരിക്കുമ്പോൾ അതിന്റെ അർത്ഥം എന്താ? ഒരു ഭരണഘടനാ സ്ഥാപനത്തെ വെല്ലുവിളിക്കുകയാണ് നിങ്ങൾ. ആ വെല്ലുവിളി എന്ന് പറഞ്ഞാൽ ഭയപ്പെടുത്താനാണ് നിങ്ങൾ ശ്രമിക്കുന്നത്, ഭയപ്പെടുത്തി കീഴ്പ്പെടുത്താനാണ് ശ്രമിക്കുന്നത്. അത് അംഗീകരിക്കോ? നാട് അംഗീകരിക്കോ? ആ പെശക്കെ തിരുത്തു. ശബരിമല വിഷയത്തിൽ BJP അപഹാസ്യരാവുകയാണെന്ന് ഉമ്മൻചാണ്ടി. BJPക്ക് കേരളത്തിൽ നേട്ടമുണ്ടാക്കാനാവില്ല. ശബരിമല നിയമസംരക്ഷണം സാധിക്കുമെങ്കിൽ നേരത്തെ ചെയ്യാത്തതെന്തെന്നും ഉമ്മൻചാണ്ടി ചോദിച്ചു. അവരുടെ നിലപാടിൽ അവർ അപഹാസ്യരാകുക. അന്ന് അവിടെ അക്രമം കാണിച്ചതും കുഴപ്പങ്ങൾ ഉണ്ടാക്കിയതും ഒക്കെ പിന്നെ എന്തിന് എന്ന് വിശ്വാസികൾ ചോദിക്കും. ഇങ്ങനെയൊരു മാർഗമുണ്ടായിരുന്നേ അത് ചെയ്താൽ പോരാഞ്ഞോ? പ്രധാനമന്ത്രിക്കെതിരെ പോസ്റ്റർ പ്രചാരണം നടത്തിയ കർഷക കൂട്ടായ്മയ്ക്കെതിരെ കേസ്. പ്രധാനമന്ത്രി എത്തുന്ന ദിവസം പോസ്റ്റർ പതിച്ച് പ്രതിഷേധം സംഘടിപ്പിക്കാനെത്തിയ 5 കിസാൻ മഹാസംഘ് പ്രവർത്തകരെ കോഴിക്കോട് കസബ പോലീസ് 12 മണിക്കൂർ കരുതൽ തടങ്കലിൽ വെച്ചു. കർഷകരെ വഞ്ചിച്ച പ്രധാനമന്ത്രിക്കെതിരെ പ്രതിഷേധിച്ചതിന് കള്ളക്കേസിൽ കുടുക്കിയതാണെന്ന് പ്രതിഷേധക്കാർ പറഞ്ഞു. വയനാട്ടിലെ സ്ഥാനാർത്ഥികൾക്ക് മാവോയിസ്റ്റ് ഭീഷണിയെന്ന സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ട്. തട്ടിക്കൊണ്ടുപോകാൻ സാധ്യതയെന്ന റിപ്പോർട്ടുകളെ തുടർന്ന് NDA സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളിക്ക് ഗൺമാനെ അനുവദിച്ചു. തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കണമെന്നാവശ്യപ്പെടുന്ന മാവോയിസ്റ്റ് പോസ്റ്ററുകൾ ഇന്നും വയനാട്ടിൽ പ്രത്യക്ഷപ്പെട്ടു. വയനാട്ടിലെ പ്രധാന സ്ഥാനാർത്ഥികളെ തട്ടിക്കൊണ്ടുപോകാൻ സാധ്യതയുണ്ടെന്നാണ് ഇന്റലിജൻസ് മുന്നറിയിപ്പ്. തെരഞ്ഞെടുപ്പ് പ്രചാരണ സ്ഥലത്ത് അക്രമം ഉണ്ടാകാനിടയുള്ളതായും മുന്നറിയിപ്പുണ്ട്. ഭീഷണി കണക്കിലെടുത്ത് തുഷാർ വെള്ളാപ്പള്ളിക്ക് ഗൺമാനെ അനുവദിച്ചു. വനാതിർത്തിയിൽ പ്രചാരണം നടത്തുമ്പോൾ എല്ലാ സ്ഥാനാർത്ഥികൾക്കും സുരക്ഷ നൽകണമെന്ന് അതാത് പോലീസ് സ്റ്റേഷനുകൾക്ക് പ്രത്യേക നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കണമെന്ന് ആവശ്യപ്പെടുന്ന മാവോയിസ്റ്റ് പോസ്റ്ററുകൾ ഇന്നും തിരുനെല്ലിയിൽ കണ്ടെത്തി. ആശ്രമം സ്കൂളിന്റെ മതിലിലും ചുമരിലുമാണ് പോസ്റ്ററുകൾ പതിച്ചിട്ടുള്ളത്. BJPയുടേത് തീവ്ര ഹിന്ദുത്വവും കോൺഗ്രസിന്റേത് മൃദു ഹിന്ദുത്വവുമാണ് എന്നാണ് പോസ്റ്ററിലെ ആരോപണം. CPMന്റെ സോഷ്യൽ ഫാസിസം ബദലല്ലെന്നും ജനകീയ വിപ്ലവത്തിലൂടെ അധികാരം നേടണമെന്നും പോസ്റ്ററുകളിലുണ്ട്. വനമേഖലയിൽ തണ്ടർബോൾട്ടും പരിശോധന ഊർജിതമാക്കി. മാവോയിസ്റ്റ് പോസ്റ്ററുകൾ കഴിഞ്ഞയാഴ്ച മേപ്പാടി മുണ്ടക്കൈയിലും പ്രത്യക്ഷപ്പെട്ടിരുന്നു. തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കണം എന്നാവശ്യപ്പെട്ടുള്ള അഭ്യർത്ഥനകൾ കർഷകർക്കും നാടുകാണി ഏരിയ സമിതി ഇറക്കിയിട്ടുണ്ട്. ക്യാമറമാൻ ഷാഫിക്കൊപ്പം മനു ഭരത്, ന്യൂസ് 18 വയനാട്. തിരുവനന്തപുരത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള നടപടികളുമായി കോൺഗ്രസ് നേതൃത്വം. KPCC അധ്യക്ഷൻ നേരിട്ട് തന്നെ ഇടപെട്ടാണ് പ്രചാരണ രംഗം സജീവമാക്കുന്നത്. നേരത്തെ ഒഴിവാക്കിയ പ്രവർത്തകരെ ഉൾപ്പെടുത്തി പ്രചാരണ കമ്മിറ്റികൾ വിപുലീകരിക്കും. പരാതികൾ മാധ്യമങ്ങളുമായി പങ്കുവെക്കരുതെന്ന നിർദ്ദേശം ശശി തരൂരിന്റെ ഓഫീസിന് നൽകി. പ്രാദേശിക നേതാക്കളെ ജില്ലാ നേതൃത്വം നേരിട്ട് വിളിച്ച് പ്രവർത്തനങ്ങൾ സജീവമാക്കാൻ നിർദ്ദേശം നൽകി. തിരുവനന്തപുരം മണ്ഡലത്തിലെ പ്രചാരണത്തെക്കുറിച്ച് ശശി തരൂർ പരാതി നൽകിയെന്ന വാർത്ത അടിസ്ഥാനരഹിതമാണെന്നാണ് VS ശിവകുമാർ MLAയുടെ പ്രതികരണം. തരൂർ വിജയം ഉറപ്പിച്ചതിൽ അസ്വസ്ഥരായവരാണ് ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. സമൂഹമാധ്യമത്തിൽ ആരോപണം ഉന്നയിച്ച പാർട്ടി പ്രവർത്തകർക്ക് ബാഹ്യപ്രേരണയുണ്ടായി. ഇക്കാര്യത്തിൽ നടപടിയുണ്ടാകുമെന്നും VS ശിവകുമാർ ന്യൂസ് 18നോട് പറഞ്ഞു. കള്ളപ്രചരണങ്ങൾ ഇളക്കി ശശി തരൂരിന്റെ വിജയം സുനിശ്ചിതമായപ്പോ ഇറക്കിയിട്ടുള്ള ഒരു വ്യാജ പ്രചരണമാണ്. ചില ദുഷ്ടശക്തികളുണ്ട് ഓരോ ആളുകൾ വ്യക്തിഹത്യ നടത്തുവാനും അതുപോലെ തന്നെ പാർട്ടിയെ ഇല്ലായ്മ ചെയ്യുന്നതിലേക്കും വേണ്ടിയുള്ള ശ്രമങ്ങൾ. അത് ഞങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതിന് ഫലപ്രദമായ നടപടികൾ, ഊർജിതമായ നടപടികൾ എടുക്കും. ഇതിനകത്ത് ആരാണ് എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പരാജയ ഭീതിയിൽ എന്തും പറയാമെന്ന അവസ്ഥയിലാണ് ഇടതുപക്ഷമെന്ന് KPCC മുൻ പ്രസിഡന്റ് VM സുധീരൻ. രാഹുൽ ഗാന്ധി ആക്രമിക്കാൻ BJP ഉപയോഗിച്ച പഴകിയ പ്രയോഗങ്ങൾ ഇപ്പോൾ CPMഉം CPIയും ഏറ്റെടുത്തിരിക്കുകയാണ്. ലാവ്ലിൻ കേസ് വൈകുന്നതിന് പിന്നിൽ പിണറായിയും നരേന്ദ്രമോദിയും തമ്മിലുള്ള ഒത്തുകളിയാണെന്നും സുധീരൻ വയനാട്ടിൽ ആരോപിച്ചു. BJPക്കാർ രാഹുൽ ഗാന്ധിയെ വിമർശിക്കാൻ ഉപയോഗിച്ച പഴകി തുരുമ്പിച്ച പദപ്രയോഗം ഇപ്പോൾ CPM CPI ഏറ്റെടുത്തിരിക്കുകയാണ്. ആ പദപ്രയോഗം നമുക്ക് ഉദ്ധരിക്കാനാവില്ല, നമുക്ക് എടുത്തു പറയാനാവില്ല. വളരെ മോശമായ രീതിയിൽ. ഏറ്റവും കൗതുകമുള്ളൊരു കാര്യം, കേരളത്തിന്റെ അതിർത്തിക്കപ്പുറത്ത് തമിഴ്നാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ ചിത്രം വെച്ച് വോട്ട് പിടിക്കുന്ന CPIയും CPMുമാണ് ഇവിടെ വന്ന് രാഹുൽ ഗാന്ധിയെ തേജോവധം ചെയ്യാൻ ശ്രമിക്കുന്നത്. തിരുവനന്തപുരത്തെ UDF സ്ഥാനാർത്ഥി ശശി തരൂർ MP ആകാതിരിക്കാൻ ഗൂഢാലോചനയുണ്ടെന്ന് KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ. പരാതികൾ അതിന്റെ ഭാഗമാണെന്ന് മുല്ലപ്പള്ളി കണ്ണൂരിൽ പറഞ്ഞു. 4 ദിവസം മുമ്പേ ഞാൻ തിരുവനന്തപുരത്തുണ്ടായിരുന്നു. ഞാൻ ഡോക്ടർ ശശി തരൂരിനെ ഞാൻ വിളിപ്പിക്കണ്ടായി. അദ്ദേഹം പറഞ്ഞിട്ടല്ല ഞാൻ അദ്ദേഹത്തെ വിളിച്ചത്. നിങ്ങളുടെ ഇത്തരം വാർത്തകൾ കണ്ടുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തെ വിളിപ്പിച്ചത്. അത്തരം ഒരു പരാതി ഒരു ഘട്ടത്തിലും അദ്ദേഹം ഉന്നയിച്ചില്ല എന്നതാണ് സത്യം.
ഇന്ന് ഞാൻ ഇവിടെ ഈ പരിപാടി കഴിഞ്ഞ് ഇപ്പോൾ തന്നെ തിരുവനന്തപുരത്ത് പോവാണ്. അദ്ദേഹത്തിന്റെ നിയോജക മണ്ഡലത്തിലെ പരിപാടി ഉദ്ഘാടനം ചെയ്യാനാണ് ഇപ്പോൾ ആദ്യമായിട്ട് പോകുന്നത്. 1 or 2 പരിപാടികൾ കഴിഞ്ഞ ശേഷം ആറ്റിങ്ങിലേക്ക് ഞാൻ പോകും. അദ്ദേഹത്തെ ഞാൻ വീണ്ടും കാണും. അദ്ദേഹത്തെ ഏതെങ്കിലും ഒരു പരാതി ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ മുമ്പാകിയോ എൻ്റെ മുമ്പാകിയോ അദ്ദേഹം ഉയർത്തിയിട്ടില്ല എന്നതാണ് പരമാർത്ഥം. അദ്ദേഹത്തിന് ഒരു പ്രശ്നവുമില്ല. ശശി തരൂർ തിരുവനന്തപുരത്ത് നിന്ന് വർദ്ധിത ഭൂരിപക്ഷത്തോട് തന്നെ ലോക്സഭയിലേക്ക് പോകുന്ന കാര്യത്തിൽ എനിക്ക് അശേഷം സംശയമില്ല. നിങ്ങൾ കാത്തിരിക്കുക, നമുക്ക് കാണാം. മസാല ബോണ്ട് പ്രശ്നത്തിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാതെ തന്നെ അധിക്ഷേപിക്കാനാണ് ധനമന്ത്രി ശ്രമിക്കുന്നത്. ധനവകുപ്പിൽ ധൂർത്തും അഴിമതിയും നടമാടുകയാണെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. മസാല ബോണ്ടുമായി ബന്ധപ്പെട്ട് സർക്കാരിന്റെ ഇടപാടുകൾ ഉള്ള ദുരൂഹത നീക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടും മുഖ്യമന്ത്രിയും ധനകാര്യമന്ത്രിയും ഈ കാര്യത്തിൽ ഒളിച്ചുകളി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒളിച്ചുകളി അവസാനിപ്പിക്കണം. യഥാർത്ഥത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള ഉത്തരവാദിത്തമാണ് ധനകാര്യമന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹം ചെയ്യേണ്ടത്. അത് ചെയ്യാതെ എനിക്കെതിരെ വ്യക്തിപരമായി സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ആക്ഷേപിക്കുകയും തൻ്റെ സഹപ്രവർത്തകരെ കൊണ്ട് എന്നെ അധിക്ഷേപിക്കുകയും ചെയ്യുന്ന നടപടി തരംതാണതാണ്. മുൻ അഡീഷണൽ ചീഫ് സെക്രട്ടറിയും എഴുത്തുകാരനും പ്രഭാഷകനുമായ ഡോക്ടർ ഡി ബാബു പോൾ അന്തരിച്ചു. കരൾ രോഗത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു. ഇന്നലെ രാത്രി തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. കരളിൽ അണുബാധ ഉണ്ടായതിനെ തുടർന്ന് ഒരാഴ്ച മുൻപാണ് ഡോക്ടർ ബാബു പോളിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. 2 ദിവസം മുൻപ് രോഗം മൂർച്ഛിച്ചതോടെ വെന്റിലേറ്റർ സഹായത്തോടെ ജീവൻ നിലനിർത്തുകയായിരുന്നു. ഇന്നലെ രാത്രി 11:45 അന്ത്യം. ഇന്ന് രാവിലെ സെക്രട്ടേറിയറ്റിന് സമീപമുള്ള പുന്നൻ റോഡിലെ സെന്റ് പീറ്റേഴ്സ് യാക്കോബായ പള്ളിയിൽ പൊതുദർശനത്തിന് വെച്ച മൃതദേഹം ഉച്ചയോടെ കുറവൻകോണത്തുള്ള വീട്ടിലെത്തിച്ചു. സാംസ്കാരിക സാമൂഹിക രാഷ്ട്രീയ രംഗത്തുള്ള നിരവധി പേരാണ് അന്ത്യോപചാരം അർപ്പിക്കാനായി എത്തുന്നത്. മൃതദേഹം നാളെ രാവിലെ ജന്മനാടായ പെരുമ്പാവൂരിലേക്ക് കൊണ്ടുപോകും. കുറുപ്പുംപടിയിൽ സെന്റ് പീറ്റേഴ്സ് കത്തീഡ്രലിൽ വൈകിട്ട് 4-നാണ് സംസ്കാര ചടങ്ങുകൾ. ന്യൂസ് 18 തിരുവനന്തപുരം. കൊച്ചി ബ്യൂട്ടി പാർലർ കേസിൽ ലീന മരിയ പോളിനെ വീണ്ടും ചോദ്യം ചെയ്യും. മുംബൈ അധോലോകവുമായും കുഴൽപ്പണ ഇടപാടുകാരുമായുള്ള ബന്ധം അന്വേഷിക്കും. വെടിവെപ്പിന് കൊട്ടേഷൻ നൽകിയത് കാസർഗോഡ് സ്വദേശി മോനായിയാണെന്ന് പോലീസ് കണ്ടെത്തി. തോക്കും വാഹനവും എത്തിച്ചു നൽകിയത് മോനായിയുടെ നിർദ്ദേശപ്രകാരമാണെന്ന് ഇന്നലെ കസ്റ്റഡിയിലായ അൽത്താഫ് മൊഴി നൽകി. അൽത്താഫും മോനായും തമ്മിൽ നിരന്തരം ബന്ധപ്പെട്ടിരുന്നതിന്റെ തെളിവുകളും ക്രൈംബ്രാഞ്ചിന് ലഭിച്ചു. മോനായി ഇപ്പോൾ പോലീസ് നിരീക്ഷണത്തിലാണ്. കൂടുതൽ തെരഞ്ഞെടുപ്പ് വാർത്തകൾ. വയനാട്ടിലെ കാർഷിക മേഖലയുടെ പിന്തുണ തേടി തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കാനുള്ള ഊർജിത ശ്രമത്തിലാണ് മുന്നണികൾ. കാർഷിക തകർച്ച ചർച്ചയാക്കുന്നത് ഗുണം ചെയ്യുമെന്ന പ്രതീക്ഷയിലാണ് ഇടതുപക്ഷം. എന്നാൽ പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ വോട്ടർമാരെ സ്വാധീനിക്കുമെന്ന കണക്കുകൂട്ടലിലാണ് UDFും NDA. വയനാടൻ കാർഷിക മേഖല നേരിടുന്ന പ്രശ്നങ്ങൾ വോട്ടാകുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് ഇടത് ക്യാമ്പ്. പുൽപ്പള്ളിയിൽ സംഘടിപ്പിച്ച കർഷക പാർലമെന്റും മാർച്ചും വൻ വിജയമാണെന്നാണ് വിലയിരുത്തൽ. കർഷകർക്ക് വലിയ വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ടായിരുന്നു BJPയും നരേന്ദ്രമോദിയും അധികാരമേറ്റത്. 5 വർഷത്തിനിടയിൽ പക്ഷേ ഈ വാഗ്ദാനങ്ങളിൽ നിന്ന് പിന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് ഇന്ത്യയിൽ കാണാൻ കഴിഞ്ഞത്. കഴിഞ്ഞ 2.5 ദശകത്തിന് ഇടയിൽ വലിയ രീതിയിൽ നവലിബറൽ നയങ്ങൾ നടപ്പിലാക്കിയത് കാരണം ഇന്ത്യയിലെ കർഷകർ ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കർഷക പ്രശ്നങ്ങൾക്ക് മറുപടി പറയാൻ രാഹുൽ ഗാന്ധിയെ സമ്മർദ്ദത്തിലാക്കുകയാണ് ഇടതുതന്ത്രം. UDFും ഈ മാസം 16-ന് കർഷക മാർച്ച് സംഘടിപ്പിക്കുന്നുണ്ട്. കർഷകർക്ക് വേണ്ടി LDF ഒന്നും ചെയ്തിട്ടില്ലെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. അതേസമയം കർഷകർക്ക് 6000 രൂപ നൽകുന്ന മോദി സർക്കാരിന്റെ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി പദ്ധതി മേഖലയെ തങ്ങൾക്കൊപ്പം നിർത്തും എന്ന പ്രതീക്ഷയിലാണ് NDA. മനു ഭരത്, ന്യൂസ് 18 വയനാട്. തെരഞ്ഞെടുപ്പ് ചിഹ്നം ദുരുപയോഗം ചെയ്യുന്നതായി പൊന്നാനിയിലെ LDF സ്ഥാനാർത്ഥി PV അൻവർ. തന്റെ കത്രികയ്ക്ക് പകരം മറ്റു ചിഹ്നങ്ങളിലൂടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ വ്യാജപ്രചാരണം നടത്തുന്നതിന് പിന്നിൽ മുസ്ലിം ലീഗാണെന്ന് അൻവർ ആരോപിച്ചു. എങ്ങനെയും തന്നെ പരാജയപ്പെടുത്തുകയാണ് ലക്ഷ്യമെന്നും UDF മറുപടി പറയേണ്ടി വരുമെന്നും PV അൻവർ പറഞ്ഞു. ആന്ധ്രാപ്രദേശിലെ തെരഞ്ഞെടുപ്പ് നടപടികൾ നിഷ്പക്ഷമല്ലെന്നാരോപിച്ച് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കാണും. തെരഞ്ഞെടുപ്പിൽ വ്യാപക ക്രമക്കേടുണ്ടായെന്ന് പരാതി നൽകാനാണ് കൂടിക്കാഴ്ച. 30% ബൂത്തുകളിൽ റീപോളിംഗ് നടത്തണമെന്നാണ് ആവശ്യം. സംസ്ഥാന തെരഞ്ഞെടുപ്പ് ഓഫീസർ പക്ഷപാതിത്വം കാണിച്ചെന്ന് ചൂണ്ടിക്കാണിച്ച് കമ്മീഷനെതിരെ ദേശീയതലത്തിൽ പ്രചാരണം ആരംഭിക്കാനാണ് നായിഡുവിന്റെ നീക്കം.
വോട്ട് പെട്ടിയിലാക്കാൻ വേറിട്ട തന്ത്രവുമായി അസമിലെ ഹൈലാകണ്ടി ജില്ലാ ഭരണകൂടം. വോട്ട് ചെയ്യുന്നവർക്ക് ജ്വല്ലറികളിലടക്കം ഡിസ്കൗണ്ട് വാഗ്ദാനം ചെയ്താണ് ജനങ്ങളെ തെരഞ്ഞെടുപ്പിലേക്ക് ആകർഷിക്കുന്നത്. വോട്ട് ചെയ്യൂ, ഡിസ്കൗണ്ട് നേടൂ. ഇതാണ് ഹൈലാകണ്ടി ജില്ലാ ഭരണകൂടത്തിന്റെ മുദ്രാവാക്യം. ജുവലറികൾ കൂടാതെ റെസ്റ്റോറന്റുകളിലും മെഡിക്കൽ സ്റ്റോറുകളിലുമെല്ലാം ഈ ഓഫർ ബാധകമാണ്. പക്ഷേ ഡിസ്കൗണ്ട് ലഭിക്കണമെങ്കിൽ ചൂണ്ടുവിരലിലെ മഷിയടയാളം നിർബന്ധമാണെന്ന് മാത്രം. ഓഫറിന്റെ കാലാവധി 2 ദിവസം, ഏപ്രിൽ 18-നും 19-നും. സ്വർണ്ണാഭരണങ്ങൾക്ക് 30%, മരുന്നുകൾക്കും ഭക്ഷണ സാധനങ്ങൾക്കും 15%മാണ് ഡിസ്കൗണ്ട്. വോട്ട് ചെയ്യുന്ന ഗ്രാമവാസികളുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവുണ്ടാകുന്നതിനാലാണ് ജില്ലാ ഭരണകൂടത്തിന്റെ വേറിട്ട പരീക്ഷണം. For every voter who can show their indelible ink on their finger saying that yes, I have gone to vote and hence I am eligible for a certain discount. So the merchant associations will give them discounts ranging from 30% on jewelry and big goods, on making charges, and also to 4% on medicines. We have a slew of discounts announced by the market associations. ജില്ലയിലെ വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുമായി സഹകരിച്ചാണ് പദ്ധതിക്ക് ജില്ലാ കളക്ടർ രൂപം നൽകിയത്. വോട്ടെടുപ്പിനെക്കുറിച്ച് നിരവധി ബോധവൽക്കരണ പരിപാടികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്നതിനിടയിലാണ് ഹൈലാകണ്ടിയിലെ വോട്ട് ചെയ്യൂ, ഡിസ്കൗണ്ട് നേടൂ പദ്ധതി. ഇലക്ഷൻ ഡെസ്ക്, ന്യൂസ് 18. ഒരേ പേരുള്ള മണ്ഡലത്തിൽ നിന്നാണ് മധ്യപ്രദേശ് മുഖ്യമന്ത്രി കമൽനാഥിന്റെയും മകന്റെയും മത്സരം. ചിന്ദ്വാഡ നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് കമൽനാഥും ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് മകൻ നകുൽനാഥുമാണ് മത്സരിക്കുന്നത്. 9 വട്ടം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജയിച്ച കമൽനാഥിന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കന്നി അംഗമാണ്. കമൽനാഥ് ഒഴിഞ്ഞ ചിന്ദ്വാഡ ലോക്സഭാ സീറ്റിൽ ആദ്യ തെരഞ്ഞെടുപ്പിന് മകനും. ചിന്ദ്വാഡ എന്ന പേര് തന്നെയാണ് ലോക്സഭാ മണ്ഡലത്തിനും നിയമസഭാ മണ്ഡലത്തിനും. അച്ഛനും മകനും ഒരുമിച്ച് പത്രിക നൽകിയതും തെരഞ്ഞെടുപ്പിലെ അപൂർവ സംഭവങ്ങളിലൊന്ന്. 1980 തൊട്ടുള്ള തെരഞ്ഞെടുപ്പുകളിൽ 97-ൽ മാത്രമാണ് മണ്ഡലം കോൺഗ്രസിനെയും കമൽനാഥിനെയും കൈവിട്ടത്. 96-ൽ കമൽനാഥിന്റെ ഭാര്യ അൽക്കാനാഥും ജയിച്ചു. മധ്യപ്രദേശ് മുഖ്യമന്ത്രിയായതോടെയാണ് MP സ്ഥാനം കമൽനാഥ് രാജിവെച്ചത്. ഈ സീറ്റിലാണ് ബിസിനസ്സുകാരനായ മകൻ നകുൽനാഥിന്റെ മത്സരം. കമൽനാഥിനും മകനും ചേർന്ന് 784 കോടി രൂപയുടെ ആസ്തിയുണ്ടെന്നാണ് നാമനിർദ്ദേശ പത്രികയ്ക്കൊപ്പം സമർപ്പിച്ച സത്യവാങ്മൂലത്തിലുള്ളത്. കമൽനാഥിന്റെ പേരിൽ 124 കോടിയും നകുൽനാഥിന്റെ പേരിൽ 660 കോടിയും. 4ാം ഘട്ടത്തിലാണ് ചിന്ദ്വാഡയിൽ വോട്ടെടുപ്പ്. ഇലക്ഷൻ ഡെസ്ക്, ന്യൂസ് 18. ദിലീപിനെ നായകനാക്കി ചിത്രമെടുത്ത ബി ഉണ്ണികൃഷ്ണനെതിരെ വിമർശനങ്ങൾ ഉന്നയിച്ച മാധ്യമങ്ങൾക്കെതിരെ നടനും സംവിധായകനുമായ രഞ്ജി പണിക്കർ. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടെങ്കിലും അതിന് മുതിരുന്നില്ല എന്നായിരുന്നു ദിലീപിന്റെ പ്രതികരണം. ബി ഉണ്ണികൃഷ്ണൻ സംവിധാനം ചെയ്ത ദിലീപ് ചിത്രം കോടതി സമക്ഷം ബാലൻ വക്കീലിന്റെ 50ാം ദിനാഘോഷ ചടങ്ങിലാണ് മാധ്യമങ്ങൾക്കെതിരെ രഞ്ജി പണിക്കർ ആഞ്ഞടിച്ചത്. ഒരു സിനിമ സംവിധാനം ചെയ്യുമ്പോൾ, സൃഷ്ടിക്കുമ്പോൾ അതിൽ ആരഭിനയിക്കണം, ആരഭിനയിക്കരുത്, ആർക്ക് തീണ്ടലുണ്ട്, ആർക്ക് തൊട്ടുകൂടായ്മയുണ്ട് എന്ന് തീരുമാനിക്കുന്നത് അന്തിവാർത്താ മുറികളിൽ ഇരുന്ന് ധർമ്മവിചാരം നടത്തുന്ന ആളുകളല്ല. സദാചാരത്തിന്റെ ആൺപക്ഷത്തും പെൺപക്ഷത്തും മാറി നിന്ന് വിചാരണ ചെയ്യുന്നവരുമല്ല. സമൂഹത്തിലെ ദൈനംദിന ജഡ്ജിമാരുമല്ല. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടെന്ന് ദിലീപും, എന്നാൽ അതിന് ശ്രമിക്കുന്നില്ല. ശരിക്കും പറഞ്ഞാല് ഒരുപാട് കാര്യങ്ങൾ പറയണമെന്നുണ്ട്. രഞ്ജിയേട്ടനോട് ഒന്ന് സംസാരിച്ച പോലെ എനിക്ക് ഭയങ്കരമായിട്ട് പറയണമെന്നുണ്ട്. പക്ഷെ വെറുതെ പറഞ്ഞ് പണി വാങ്ങിക്കേണ്ടതെന്ന് വിചാരിച്ച് വെറുതെ. ചിത്രത്തിലെ നടീനടന്മാരും സാങ്കേതിക പ്രവർത്തകരും പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങി. ചിത്രത്തിന്റെ നിർമ്മാതാക്കളായ വയാക്കോം, 18 പ്രതിനിധികളായ അജിത് അന്തേരെ, പ്രിയ, പ്രതീക് എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. ബോളിവുഡ് നിർമ്മാതാക്കളായ വയാക്കോമിന്റെ ആദ്യ ചിത്രമായിരുന്നു കോടതി സമക്ഷം ബാലൻ വക്കീൽ. ന്യൂസ് 18 കൊച്ചി. IPL ആവേശം.